എവിടെ പോയി? നിങ്ങൾ എഡിറ്റ് ചെയ്ത റിപ്പോർട്ട് എടു. നിങ്ങൾ എഡിറ്റ് ചെയ്ത റിപ്പോർട്ട് വരാത്ത കാര്യം എന്ത്? നിങ്ങൾ പഴയ റിപ്പോർട്ട് ചോദിക്കും. നിങ്ങൾ എന്തൊരു ഉദ്ദേശത്തെ എഡിറ്റ് ചെയ്തെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വയറുവേദനയ്ക്ക് ചികിത്സ തേടിയാണ് കഴക്കൂട്ടം സ്വദേശി ഷിഹാസ് എന്ന 24-കാരൻ കഴിഞ്ഞ ഫെബ്രുവരി 15-ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പരിശോധനയിൽ വയറുവേദനയ്ക്ക് കാരണം വൃക്കയിലെ കല്ലാണെന്ന സംശയത്തിൽ സ്കാൻ ചെയ്യാൻ നിർദ്ദേശിച്ചു. പിറ്റേന്ന് സ്കാൻ ചെയ്തു. ഫലം കിട്ടാൻ വൈകുമെന്നറിയിച്ചതിനെ തുടർന്ന് ഷിഹാസ് മടങ്ങി. പിന്നീട് സ്കാനിങ്ങിന്റെ ഫലവുമായി ഐരാണിമുട്ടം ഹോമിയോ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടറെ കണ്ടപ്പോഴാണ് ഗുരുതരമായ പിഴവ് തിരിച്ചറിഞ്ഞത്. ഏതോ സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ വിവരങ്ങളാണ് സ്കാനിംഗ് റിപ്പോർട്ടിലുണ്ടായിരുന്നത്. റിപ്പോർട്ടുമായി തിരികെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയപ്പോഴുണ്ടായത് വളരെ മോശം പ്രതികരണവും സ്കാൻ റിപ്പോർട്ട് ഒളിപ്പിക്കാനുള്ള ശ്രമവും. പെണ്ണുങ്ങളുടെ ശരീരപരമായിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. പേരും കാര്യങ്ങളെല്ലാം എൻ്റെതാണ്. പക്ഷേ റിസൾട്ടിൽ വെച്ചേക്കുന്ന യൂട്രസ് പരമായിട്ടുള്ള പ്രശ്നമാണ് വെച്ചേക്കുന്നത്. ഞാൻ ചോദിക്കാനായിട്ട് നേരെ മെഡിക്കൽ കോളേജിലോട്ട് വന്നു. മെഡിക്കൽ കോളേജ് വന്നപ്പോഴത്തേക്കും അവിടെയുള്ള റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾ എൻ്റെ റിപ്പോർട്ട് മേടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞ് പോയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുതിയൊരു റിപ്പോർട്ടായിട്ട് വന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ചേട്ടാ ഇത് എങ്ങനെ എനിക്ക് പുതിയ റിപ്പോർട്ട് തരാൻ കഴിയുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ നിനക്ക് ഇത് തരാനേ പറ്റുള്ളൂ, നീ ഇത് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോടാന്ന് പറഞ്ഞു. പിന്നെ അവരെ ലാബ് ടെക്നീഷ്യനോ ഏതോ ഡോക്ടറാണ്, ഡോക്ടർ രേഷ്മ, അവരിറങ്ങി വന്ന് ഈ പഴയ തെറ്റായിട്ടുള്ള റിപ്പോർട്ട് എൻ്റെ നിന്ന് മേടിച്ച് ചുരുട്ടി ബാക്കിലോട്ട് മടക്കി വെച്ചു. പോലീസിനും ആശുപത്രി സൂപ്രണ്ടിനും ഷിഹാസ് പരാതി നൽകി. ഇനി വീണ്ടും സ്കാൻ ചെയ്ത് ശരിയായ ഫലം കിട്ടിയാൽ മാത്രമേ ഷിഹാസിന്റെ രോഗത്തിന്റെ യഥാർത്ഥ സ്ഥിതി അറിയാനാവൂ. മെഡിക്കൽ കോളേജിലെ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങളുടെ കൂട്ടത്തിലേക്ക് പുതിയൊരു സംഭവം കൂടി എന്ന ചീത്തപ്പേരും. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.